പണിയെടുത്തതിൻ്റെ ഒറിജിനൽ പ്രതിഫലവും പ്രവർത്തന നേട്ടമൊക്കെ കിട്ടാൻ പോണത് പരലോകത്താണ്. ഫമൻ സുഹൃത്തി അനിന്നാരി ഉദ്ഖിലൽ ജന്നത്ത ഫഖദ് ഫാസ്. വളരെ ശ്രദ്ധിക്കേണ്ട കുത്തുബയാണ് ഞാൻ എന്ന് പറഞ്ഞു. ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുന്നുവോ അവരാണ് വിജയിച്ച ആളുകൾ. വിജയിച്ച മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ വിജയിച്ച ആളെന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തിയ ആളാണ്. എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതത്തേക്കാൾ പാരത്രിക ജീവിത വിജയം നേടിയെടുത്ത ആളാണ് യഥാർത്ഥത്തിൽ വിജയിച്ച മനുഷ്യൻ. അയാളാണ് ജയിച്ച ആൾ. ഒരാൾക്ക് കാരണം ഒമൽ ഹയാത്തു ദുനിയ ഇല്ല മത്താഉൽ ഉറൂർ. ഈ ദുനിയാവ് എന്ന് പറഞ്ഞത് വഞ്ചനാത്മകമായൊരു ചരക്കല്ലാതെ മറ്റൊന്നുമല്ല. നമ്മുടെ യഥാർത്ഥ ജീവിതം പരലോകത്താണ്. നമ്മളൊക്കെ പരലോകത്തുനിന്ന് വന്നവരാണ്. നമ്മൾ ജനിക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പേ നമ്മളിവിടെ ഇല്ല. തിരിച്ച് പരലോകത്തേക്ക് ഏത് സമയത്തും അന്ന് എക്സിറ്റ് അടിച്ചാൽ പോകേണ്ടി വരും. ഇതിനിടയ്ക്ക് താൽക്കാലികമായി ദുനിയാവിൽ ഇത്തിരി കാലം ജീവിക്കാൻ വന്നവരാണ്. ഈ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഇവിടെ ജീവിച്ച് സുഖിക്കുക എന്നതല്ല, പരലോകത്ത് വേണ്ട വിജയങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം മാത്രമാണിത്. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവ് എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള കൃഷിസ്ഥലമാണ്. ഇവിടെ കൃഷി ചെയ്ത് വിഭവങ്ങൾ ശേഖരിച്ച് കൊണ്ടുപോകണം നമ്മളെ നാട്ടിലേക്ക്. നമ്മളെ നാടും നമ്മളെ വീടും പരലോകത്താണ്. നമ്മളിവിടെ വന്നത് പരലോകത്തേക്ക് വേണ്ട സാധനങ്ങൾ ഒരുക്കാനാണ്. ഏതുപോലെ ഇമാം ഗസാലി ഇമാം ഒരിക്കൽ പറഞ്ഞു, നമ്മളൊരു കപ്പലിലെ യാത്രക്കാരെ പോലെയാണ്. കപ്പിത്താൻ യാത്രക്കാരോട് പറഞ്ഞു, ഈ കപ്പൽ കുറച്ച് നേരം കരക്കടുപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ യാത്രക്കാരൊക്കെ ഒരു കാര്യം ചെയ്യണം, കരയിൽ പോയി സാധന സാമഗ്രികൾ, ഭക്ഷണ സാധനങ്ങൾ ഒക്കെ ശേഖരിക്കണം. കാരണം സുദീർഘമായ കാലം ഇനി കപ്പൽ ഉൾക്കടലിലായിരിക്കും. അങ്ങനെ ആളുകളെ കരയിലേക്ക് വിട്ടു. കരയിൽ ചെന്ന ആളുകൾ രണ്ട് വിഭാഗമായി. ഒരു വിഭാഗം കരയിലെ കളിതമാശകളും രസങ്ങളും വിനോദങ്ങളൊക്കെ കണ്ടങ്ങനെ നടന്ന് കിട്ടിയത് അവിടെ തന്നെ തിന്ന് കപ്പിത്താൻ്റെ വാക്കും മറിഞ്ഞ് നടന്നു. വേറൊരു വിഭാഗം കരയിലെ കളിതമാശകളിലേക്കും രസങ്ങളിലേക്കും വിനോദങ്ങളിലേക്കും കണ്ണ് നടാതെ കിട്ടിയ സമയം കൊണ്ട് കിട്ടാവുന്നിടത്തോളം സാധനങ്ങൾ ശേഖരിച്ച് ഭാണ്ഡത്തിൽ നിറച്ചു. പെട്ടെന്ന് ബെല്ലടിച്ചപ്പോൾ രണ്ട് കൂട്ടരും കപ്പൽ. ഒരു കൂട്ടരുടെ കയ്യിൽ ഒന്നുമില്ല, വേറൊരു കൂട്ടരുടെ കയ്യിൽ ആവശ്യത്തിന് സാധന സാമഗ്രികൾ. ഇതുപോലെയാണ് നമ്മുടെ ഈ ജീവിതം. നമ്മുടെ യഥാർത്ഥ പരലോക ജീവിതത്തേക്ക് വേണ്ട ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ ഒരുക്കലാണ്. കാരണം ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും ഹസ്സനു അമല. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവരാര് എന്ന് പരീക്ഷിച്ചറിയാനുള്ള ഒരു പരീക്ഷാ ഇടം മാത്രമാണ് ഈ ദുനിയാവ്. ആദ്യം ഞാനും നിങ്ങളും പഠിക്കേണ്ട ഒരു കാര്യം, ഈ ദുനിയാവ് അതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം. ഇത് ശരിക്കും പറഞ്ഞാൽ പരലോകത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദുനിയാവ് വളരെ 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 ചെറുതും നമ്മളെ പറ്റിക്കുന്ന വഞ്ചനാത്മകമായതുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഖുർആൻ പറഞ്ഞു, മതാഉൻ ഖരീബ്, അതൊരു ചെറിയ ചരക്കാണ്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിഭവം. മതാഉൽ ഖുറൂർ, വഞ്ചനാത്മകമായൊരു വിഭവം. യഥാർത്ഥത്തിൽ വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖ, പരലോകമാണ് ഉത്തമം, അതെന്നും നിലനിൽക്കുന്നതാണ്. പരലോക ഉത്തമമാകാൻ കാരണം പരലോകത്തിന് അവസാനമില്ല, പരലോകം അവസാനിക്കണില്ല, പരലോകം എന്നും ഉണ്ട്. മാത്രമല്ല പരലോകത്ത് അതിവിശിഷ്ടമായ ജീവിത വിഭവമാണ്, ജീവിത സൗകര്യമാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെങ്കിലും ശരി, ഒരു മനുഷ്യന് ഒരു പരിധിയുണ്ട്, അതിൻ്റെ അപ്പുറം പോകൂല. അപ്പോൾ യഥാർത്ഥത്തിൽ ഏതാണ് ഏറ്റവും നല്ലത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരിക്കൽ പറഞ്ഞു, അൻ സഹ്ൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ കാനത്തി ദുനിയ തഗ്ദിലു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ മാ സക്ക കാഫിറു മിൻഹാ ശർബത മാഇൻ. റസൂൽ പറയാണ്, ഈ ഇഹലോകം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ അത്രയും വിലയുണ്ടായിരുന്നെങ്കിൽ, ഇഹലോകത്തിന് ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ അത്ര വില ഈ ദുനിയാവിൽ ഉണ്ടായിരുന്നെങ്കിൽ
ഒരു സത്യനിഷേധിയെയും അള്ളാഹു ഒരു തുള്ളി വെള്ളം കുടിപ്പിക്കൂലായിരുന്നു. അത്രയും വിലയില്ലാത്തതുകൊണ്ടാണ് ഈ ജീവിതം തന്നിങ്ങളെ. ഒരു കൊതുകിൻ്റെ വില പോലും ഈ ദുനിയാവിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഏത് നിഷേധിക്ക് സുഖമായി ജീവിക്കാൻ ഇങ്ങനെ തന്നത്. നമ്മൾ വിചാരിക്കും സത്യനിഷേധികളും തമ്മാടികളും ധിക്കാരികളും ദൈവനിഷേധികളും മതനിഷേധികളൊക്കെ ആയ ആളുകൾ ദുനിയാവിൽ ഇങ്ങനെ സുഖിച്ച് മതിച്ച് ജീവിക്കണത് കാണുമ്പോൾ എന്താ തോന്നുന്നുണ്ട്, അതിനൊരു കൊതുകിൻ്റെ വില പോലും ഇല്ല. ലാ യഗുറന്നക തഖല്ലുബുല്ലദീന കഫറൂ ഫിൽ ബിലാദ് മതാഉൻ ഖലീലുൻ സുമ്മ മഅവാഹും ജഹന്നമു ബിസൽ മുഹ്മിഹാദ്. സത്യനിഷേധികൾ ഇങ്ങനെ ദുനിയാവിൽ ഇങ്ങനെ കിടന്ന് നിഗളിച്ച് സുഖിച്ച് മതിച്ച് ജീവിക്കണത് കണ്ടിട്ട് നീ വഞ്ചിതനായി പോകണ്ട. അവരാസ്വദിക്കുന്നത് താൽക്കാലികമായൊരു ഇഹലോക ജീവിതമാണ്. മറ്റൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരാളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു മരത്തിൻ്റെ തണലിത്തിരി കിട്ടി, അതുപോലെ ദുനിയാവുള്ളൂ. ഒരിത്തിരി തണൽ കിട്ടുന്ന പോലെ അത്രയേ ഉള്ളൂ. വേറൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളൊരു സമുദ്രത്തിൽ വിരലിങ്ങനെ മുക്കി, വിരലിങ്ങനെ പൊക്കി പിടിച്ചപ്പോൾ വിരലിൻ്റെ അറ്റത്ത് ഒരു തുള്ളി വെള്ളം, അത്രേ ദുനിയാവുള്ളൂ. സമുദ്രങ്ങളായ സമുദ്രങ്ങളിൽ, ഭൂമിയുടെ 4/3 ഭാഗം സമുദ്ര, ആ സമുദ്രങ്ങളായ സമുദ്രങ്ങളിലൊക്കെയും നിറഞ്ഞു നിൽക്കുന്ന വെള്ളം, അതാകുന്നു പരലോകം. എന്നിട്ട് ഖുർആൻ പറയുന്ന കാര്യം, ഈ പരലോകത്തിനെയാണോ ഈ ദുനിയാവിനെയാണോ മനുഷ്യൻ നേടേണ്ടത്? ഈ ദുനിയാവ്, ഇത്തിരി പോകുന്ന ദുനിയാവ്, മത്താവുൻ ഖലീലായ ദുനിയാവ്, ഒരാൾക്കും തൃപ്തി വരുത്താത്ത ദുനിയാവ് ഒരാൾക്കും തൃപ്തിയായി ഉണ്ടാവില്ല. ആ തൃപ്തി ഇല്ലാത്തതുകൊണ്ടാണ് ഈ മഹാകോടീശ്വരന്മാർ പിന്നെയും കാശുണ്ടാക്കാൻ നടക്കുന്നത്, അഴിമതി നടത്താൻ നടക്കുന്നത്. ഒരാൾക്കും ഇത് സുഖം നൽകൂല. നമ്മളിപ്പോൾ സുഖിക്കും, പക്ഷെ ഒരാൾക്കും ഇത് തൃപ്തി വരില്ല. വായിൽ മണ്ണിട്ടാൽ മാത്രമേ പറയുള്ളൂ മതിയെന്ന്. അല്ലാത്ത ഒരാൾക്ക് ഇത്ര കാശിട്ട ആളോട് മതിയെന്ന് ഒരാൾ പറയില്ല. ഇതൊരു തരം പറ്റിക്കൽ കാലഘട്ടമാണ്. അത് നമ്മളിങ്ങനെ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷയെ നമ്മൾ അങ്ങനെ തന്നെ കാണാതെ ഈ ദുനിയാവുമ്മ ലക്ഷ്യം വെച്ച ആൾ യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടവനാണ്. നമ്മളോട് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചത്, നിങ്ങൾ ദുനിയാവിൽ എന്നും ജീവിക്കുന്ന ആളെ പോലെ അല്ല ജീവിക്കേണ്ടത്. ഖുൽ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. നല്ലൊരു വാക്കാണ്. നീ ദുനിയാവിൽ ഒരു റോഡ് ക്രോസ് ചെയ്യുന്നവനെ പോലെ, അല്ലെങ്കിൽ ഒരു വിദേശിയെ പോലെ ജീവിക്കുക. നിന്റെ നാടും വീടും ഇതല്ല. നിന്റെ നാടും വീടൊക്കെ മരിച്ചിട്ട് നീ പോണ സ്ഥലം അല്ല. അതിനിടയ്ക്ക് ഈ റോഡൊന്നും ക്രോസ് ചെയ്യണ പോലെ ഉള്ളൂ ഈ ദുനിയാവ്. റോഡ് ക്രോസ് ചെയ്യണതാണ് നിന്റെ നാടെന്ന് വിചാരിക്കുന്നത്. റോഡിൻ്റെ നടുവിൽ ഇന്ന് അപകടമാണ്. ഇതുപോലെ ദുനിയാവിനേക്കാൾ പരലോകത്തിന് പ്രാമുഖ്യം കൊടുത്ത് അത് നേടുന്നവനല്ലേ ബുദ്ധിയുള്ള ആൾ. ഒരൊറ്റ ഇത് പറഞ്ഞാൽ, ഒരാൾ നല്ല സമ്പന്നനാണ്, സൗന്ദര്യമുള്ള ആളാണ്, സ്ഥാനമാനമുള്ള ആളാണ്, അധികാരമുള്ള ആളാണ്, എല്ലാ ദുനിയാവുമുണ്ട്, എല്ലാ ദുനിയാവും അയാൾക്ക് നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി ഒന്നും കിട്ടാനില്ല. പക്ഷെ അയാൾ പോണത് നരകത്തിലേക്കാണ്. വേറൊരു മനുഷ്യൻ ദുനിയാവിൽ കഷ്ടപ്പാടും ദുരിതവും വിഷമവും കുഷ്ടും എല്ലാം ഏറ്റവും ഭീകരാവസ്ഥയിൽ, പക്ഷെ അയാൾ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. ആരാ ഭാഗ്യവാൻ? ഒരു സംശയവും ഇല്ല. ഈ ദുനിയാവിൽ ദുരിതം കഷ്ടപ്പാടും വിഷമൊക്കെ പോയാൽ പിന്നെ സ്വർഗത്തിൽ പോയാൽ കഴിഞ്ഞു. അയാൾക്ക് സുഖമായി. പിന്നെ ദുനിയാവിലെ ഐശ്വര്യം മുഴുവൻ കിട്ടിയിട്ട് അവസാനം നരകത്തിൽ പോയാലോ? അഥവാ വിജയപരാജയത്തിൻ്റെ മാനദണ്ഡം, ഭാഗ്യനിർഭാഗ്യത്തിൻ്റെ മാനദണ്ഡം ദുനിയാവിലെ നേട്ടമല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തലാണ്. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗാവകാശികളും നരകാവകാശികളും സമന്മാരല്ല. മനുഷ്യർ രണ്ടെണ്ണമാണ്. ഒന്ന് സ്വർഗത്തിൽ പോണവര്, വേറൊന്ന് നരകത്തിൽ പോണവര്. സ്വർഗത്തിൽ പോണ ആൾക്കാരും നരകത്തിൽ പോണവരും സമല്ല. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗത്തിൽ പോകുന്നവരാണ് വിജയിച്ച ആളുകൾ. വിജയിച്ച മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോണ ആളാണ്. കാരണം അയാൾക്ക് കിട്ടാൻ പോണത് അനന്തമായ ജീവിതകാലമാണ്. ഒരു മുന്നറിയിപ്പില്ലാണ്ട് അപ്രതീക്ഷിതമായി ദുനിയാവിൽ അല്ലാഹു തആല ഇത്രയേറെ സുഖ സൗകര്യങ്ങൾ നമുക്ക് നൽകിയെങ്കിൽ അള്ളാഹ് അംഗീകരിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യന്മാർക്ക് അല്ലാഹു തആല പരലോകത്ത് കൊടുക്കാൻ പോണ സ്വർഗം എന്തായിരിക്കും? ഏറെ പൊറുക്കുന്ന കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ഒരു വിരുന്നായിരിക്കുമല്ലോ അത്. ആ വിരുന്ന് കിട്ടിയ ആളല്ലേ വിജയിച്ച മനുഷ്യൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ കയ്യിസ്
മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. തൻ്റെ ഇച്ഛകളെ നിയന്ത്രിച്ച് മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ആൾ. അയാളാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ആൾ. നമ്മൾ ചില ആളുകളെ കാണും, പച്ചപ്പാവങ്ങളും കട്ടപ്പാടും ദുരിതവും വലിയ വിദ്യാഭ്യാസം വലിയ പച്ചപ്പ, പക്ഷെ നല്ല മനുഷ്യനാണ്. നമ്മൾ അയാളെ കാണുമ്പോൾ അസൂയ തോന്നണയാണ്. ഇയാളൊക്കെ നാളെ സ്വർഗത്തിൽ ഉന്നത അവസ്ഥയിലാണ്. ഞമ്മക്കിവിടെ വലിയ കാര്യം പോലും കാശും ഇതൊക്കെ ഉണ്ടാവും, പക്ഷേ വേണ്ടത്ര സ്വർഗം കിട്ടുമെന്ന് ഉറപ്പില്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടവനാന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ആ തിരിച്ചറിവുണ്ടാകണം. അഥവാ എൻ്റെ ജീവിതം വിജയിക്കണമെങ്കിൽ പരലോകത്ത് വിജയം കിട്ടണം. അതിനിടയ്ക്ക് ഈ ദുനിയാവിൽ കിട്ടണം അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ, സമ്പത്തും സന്താനങ്ങളും എല്ലാം ഐഹിക ജീവിതത്തിൻ്റെ ഒരു അലങ്കാരം മാത്രമാണ്. സൽക്കർമ്മങ്ങളാണ് നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ ഉത്തമമായ പ്രതിഫലമുള്ളതും ഉത്തമമായ പ്രതീക്ഷ നൽകുന്നതും ആ സൽക്കർമ്മങ്ങളാണ്. പരലോകത്തേക്ക് വേണ്ടി ഒരുക്കിയതാണ്. ഇത് ഒരാളുടെ ഹൃദയത്തിലും കണ്ട് ശരിക്ക് കയറിയാൽ പിന്നെ അയാളുടെ മുഖ്യ ലക്ഷ്യം പരലോകം നേടലാവും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞത്, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ ലിമൻ നുരീദ് സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ. ഉറക്കം വരുന്നവർ ചാരിയിരിക്കാതെയും ഉറങ്ങാതെയും കുത്തുബ കേൾക്കണം, ശ്രദ്ധിക്കണം. നമ്മൾ ഇത്രയും പാടുപെട്ട് വന്നിട്ട് ഉറങ്ങിയാൽ പറ്റില്ല. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായേൽ പഠിപ്പിക്കുകയാണ്, ഒമൻ മങ്കാന യുരീദുൽ ആജിലത, ഇപ്പം കിട്ടുന്ന ഈ സുഖം, ഈ ദുനിയാവിലെ സുഖം നമ്മളെ പറ്റിക്കുന്നത് അതാണ്. ഇപ്പം കിട്ടുന്ന സുഖത്തിനാണ് നമ്മൾ ഈ പറ്റിക്കപ്പെടുന്നത്. അതാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ, അള്ളാഹ് കണ്ട് ഒരുക്കി കൊടുക്കും. അപ്പോൾ ഇവൻ വിചാരിക്കും ഇവനെ അള്ളാഹ് ഇങ്ങനെ സുഖിപ്പിക്കാമെന്ന്. ഒരുത്തൻ ദുനിയാവിനെ ലക്ഷ്യം വെച്ചിട്ട് പണിയെടുക്കുമ്പോൾ അള്ളാഹ് അതിങ്ങനെ ഒരുക്കി കൊടുക്കും. സമ്പത്ത് മോഹിച്ച ആൾക്ക് സമ്പത്ത് ഇങ്ങനെ കൊടുക്കും, സ്ഥാനമാനം മോഹിച്ച ആൾക്ക് സ്ഥാനമാനം ഇങ്ങനെ അള്ളാഹ് ഒരുക്കി കൊടുക്കും. പക്ഷേ അള്ളാഹ് പറയുന്നു, സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ, പിന്നെ നാം അങ്ങനെയുള്ളവർക്ക് നൽകുന്നത് നരകമായിരിക്കും, അപമാനിതരും പുറന്തള്ളപ്പെട്ടവനുമായി കൊണ്ടവൻ ആ നരകത്തിൽ കിടന്നെരിയും. അതേസമയം ഒമൻ അറാദൽ ആഖിറത, പരലോകത്തൊരാൾ ഉന്നം വെച്ചു, വസാലഹാ സഅയഹാ, അതിനു വേണ്ടി പരിശ്രമം നടത്തുകയും ചെയ്തു പരലോകത്തിന് വേണ്ടി, ഫൗലായിക കാന സഅയുഹും മഷ്കൂറാ, തീർച്ചയായും അവരുടെ അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. ഇവിടെയാണ് നമ്മളെ ഉന്നം വരേണ്ടത്. ഇസ്ലാം ഒരിക്കലും ദുനിയാവിനെ മറന്ന് ജീവിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ദുനിയാവിനെ എല്ലാം നേടൊക്കെ ആകാം, പക്ഷേ അതൊക്കെ നേടുമ്പോഴും മുഖ്യ ഉദ്ദേശം എനിക്ക് സ്വർഗം കിട്ടണം, സ്വർഗം കിട്ടിയാലേ ഞാൻ രക്ഷപ്പെടൂ, എനിക്ക് പരലോകത്ത് വിജയം കൈവരിക്കണം, എന്നാലേ ഞാൻ യഥാർത്ഥ വിജയത്തിൽ എത്തിച്ചേരൂ. ദുനിയാവ് ഒരുപാടുണ്ടായിട്ടൊന്നും എനിക്കൊരു അത്യധികമായ സുഖവും നൽകില്ല. ഒക്കെ കൂടി ഒറ്റ ദിവസം മരിക്കുമ്പോൾ ഒന്നിച്ചട് പോകും. ഒക്കെ എല്ലാ സ്ഥാനവും വീടും സ്വത്തും പറമ്പും ബന്ധുക്കളും ഒക്കെ ഒറ്റയടിക്ക് മരിക്കണം എന്നാണ് തീരും. അതേസമയം യഥാർത്ഥത്തിൽ പരലോകം എന്ന് പറയുന്നതിനെക്കുറിച്ച് മാ ഇൻദക്കും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്, നമ്മൾ പഠിക്കേണ്ട ആപ്തവാക്യാണ്. ഖുർആൻ പറയാണ്, വിശുദ്ധ ഖുർആനിൽ 16-ാമത്തെ അധ്യായത്തിൽ 96-ാമത്തെ സൂക്തത്തിൽ പറയാണ്, മാ ഇൻദക്കും യൻഫദു, നിങ്ങളുടെ പക്കലുള്ളതൊക്കെ തീർന്നു പോകുന്നതാണ്. നമ്മളെ ദുനിയാവിൽ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ ഇല്ലാതായി പോണതാണ്. മാ ഇൻദക്കും യൻഫദു, നിങ്ങളുടെ പക്കലുള്ളതെല്ലാം തീർന്നു പോകും, നശിച്ചു പോകും. വമാ ഇൻദല്ലാഹി ബാഖ്, അള്ളാൻ്റെ അടുക്കുള്ളത് മാത്രമേ അവശേഷിക്കൂ. നമ്മളിപ്പോൾ ദുനിയാവിൽ ഇപ്പോൾ ബാങ്കിൽ 1,00,000 ഉറുപ്പിക ഇട്ട് വെച്ചു, നമ്മൾ മരിക്കണമെന്ന് ആ പൈസ വേറെ ആൾക്കായി, ആ പൈസ നഷ്ടപ്പെടാം. അതേസമയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മളൊരു 10,000 രൂപ ചിലവാക്കി, അതവിടെ അവശേഷിക്കും. ഇത് ശരിക്കിൻ്റെ ഉള്ളിലേക്ക് കയറാത്തത് കൊണ്ടാണ് 27 ഇരട്ടി പ്രതിഫലമുണ്ട് ജമാഅത്ത് നമസ്കാരത്തിന് എന്ന് പറയുമ്പോൾ നമ്മൾ ഓടി ജമാഅത്ത് നമസ്കാരത്തിന് വരാത്തത്. അതേസമയം പൊന്നാനി ചന്തപ്പള്ളിയിൽ ഒരു കടയിൽ ഒരു ചെറിയ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിയെത്തും. തഹജ്ജുദ് നിസ്കരിക്കണ നേരത്ത് രാത്രി ചില
ഷോപ്പിംഗ് മാളുകളൊക്കെ ഉള്ളത് കണ്ട് രാത്രി 3 മണി വരെ കച്ചവടം. അപ്പോൾ 3 മണിക്ക് ആൾക്കാർ വരുന്നുണ്ടെന്നല്ലേ, 3 മണി വരെ ഓഫർ. 3 മണിക്ക് ചന്തപ്പുരയിൽ ഒരു കടയിൽ 50%, 60%, 100%, 80% ലാഭത്തിലുള്ള സാധനം തരുന്നത് നമ്മളെല്ലാവരും അവിടെ പോയി നിൽക്കും. കാരണം ദുനിയാവാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ മുഖ്യ പരിപാടി അവിടെ ഒരിക്കലാണ്. മഹാനായ അബൂദർദാ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ 3 ആളുകൾ അതിഥികളായിട്ട് വന്നു. അതിഥി തന്നെ ഈ വഴിപോക്കന്മാരാണ്. ഈ വഴിയിൽ കൂടെ പോകുന്ന ആൾക്കാർ, അവിടെ ഹോട്ടലും ലോഡ്ജൊന്നും ഇല്ലല്ലോ അന്ന്. അപ്പോൾ മരുഭൂമി കൂടെ പോണവർ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് അതിഥിയാന്ന് പറഞ്ഞാൽ അവർ അതിഥിയായി സ്വീകരിക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. അങ്ങനെ അതിഥികൾ വന്നു, അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. മദീനയിൽ നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു. ആ രാത്രിയിൽ അബൂദർദാ റളിയല്ലാഹു അൻഹു അവർക്ക് കിടക്കാൻ വേണ്ടിയിട്ട് 3 പേർക്കും 3 വിരിപ്പ് കൊടുത്തു, പുതപ്പില്ല. പക്ഷെ ഇങ്ങനെ തണുപ്പുള്ള രാത്രി പുതപ്പ് തരാത്തത് എന്തൊരു മര്യാദക്കേടാ. അപ്പോൾ ഈ അതിഥികൾ തമ്മിൽ ഇങ്ങനെ പറഞ്ഞു, ഈ ജാതി തണുപ്പുള്ള രാത്രിയിൽ എന്താ ഒരു പുതപ്പ് തരാത്തത്? പുതപ്പ് ചോദിച്ചാലോ? ചോദിക്കണൊരു മോശമല്ലേ അതിഥിനോട്, അല്ല ആതിഥേയനോട്. ആതിഥേയൻ്റെ അടുത്ത് ചെന്നപ്പോൾ അബൂദർദാവും പുതപ്പില്ലാണ്ട് തണുത്ത് കിടക്കുകയാണ്. അപ്പോൾ അതിഥികൾ ചോദ്യം ഒന്ന് മാറ്റി ചോദിച്ചു, അല്ല അബൂദർദാ, താങ്കൾ എന്താ പുതക്കാതെ കിടക്കണത്? താങ്കൾക്ക് പുതപ്പില്ല, നമുക്ക് പുതപ്പില്ല എന്നാണ് അതിന് ഉദ്ദേശിച്ചത് അവർ. അപ്പോൾ കാര്യം മനസ്സിലാക്കി അബൂദർദാ പറഞ്ഞു, ഈ വീട്ടിൽ വേറെ പുതപ്പില്ല, ഈ വിരിപ്പേ ഉള്ളൂ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നത്. നിങ്ങൾക്ക് പുതപ്പ് തരാതിരുന്നത് വേറെ പുതപ്പില്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് അബൂദർദാ റളിയല്ലാഹു അൻഹു കാര്യം പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഒരു താൽക്കാലിക വീടാണ്. ഞങ്ങളുടെ സ്വന്തം വീട്, ഒറിജിനൽ വീട് മലയുടെ ഒക്കെ അപ്പുറത്താണ്. എന്ത് സാധനം കിട്ടിയാലും ഞങ്ങൾ മലയുടെ അപ്പുറത്തേക്കുള്ള ആ വീട്ടിലേക്ക് ഇങ്ങനെ കൊടുത്തയക്കും. അതുകൊണ്ട് ഈ താൽക്കാലിക വീട്ടിൽ വേണ്ടത്ര സാധന സാമഗ്രികളില്ല. അതിഥികളോട് ചോദിച്ചു, മനസ്സിലായില്ലേ? മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായുമല്ലോ. ഞങ്ങളുടെ യഥാർത്ഥ വീട് പരലോകത്താണ്, അവിടേക്ക് കൊടുത്തയക്കാന്നുള്ള ഉദ്ദേശത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ കൊടുക്കണോണ്ട് ഇവിടെ വേണ്ടത്ര ഇല്ല. ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം അതാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പരലോകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദുനിയാവിന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. ഈ ദുനിയാവിൻ്റെ ഇതൊക്കെ മതാവുത്തുന്യ ഖലീൽ, ഈ ദുനിയാവിൻ്റെ വിഭവങ്ങളൊക്കെ വെറും ചെറുതാണ്. അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഖുർആൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, ഇന്നമൽ ഹയാത്തുദ്ദുന്യ ലഇബും വലഹ്വ്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ വെറും കളിതമാശകളാണ്, ഒരന്തമില്ലാത്ത കാട്ടിക്കുട്ടലുകളാണൊക്കെ. ആ സന്ദർഭത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത് ജീവിച്ചാൽ നിങ്ങൾക്ക് വിജയം കിട്ടുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു മനസ്സ് നേടിയെടുക്കണം, മുഖ്യ മനസ്സ്. അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ ദുനിയാവിന് അഡിക്റ്റായിട്ടുണ്ട്. നമ്മൾ ദുനിയാവിൻ്റെ അടിമകളാണ്. വല തകൂനൂ മിൻ ബനിദ്ദുന്യ. അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, പരമാവധി ദുനിയാവിൻ്റെ മക്കളാകാതിരിക്കാൻ നോക്കണം. ഈ ദുനിയാവ് ഒരു പുറപ്പെട്ട വണ്ടിയല്ലേ, നമ്മളൊക്കെ എത്ര കൊല്ലായി ഓടുന്ന വണ്ടിയിൽ. പക്ഷേ പരലോകമെന്ന് പറയുന്നത് ഞാനും നിങ്ങളും കയറാനുള്ള വാഹനമാണ്. നമ്മളെ വണ്ടി ഓടി, ഇനി കുറച്ചും കൂടി ഓടും, എപ്പോഴെങ്കിലും നിൽക്കാം. പക്ഷേ വല്ലാഹിറത്തു മുസ്തഹിറത്തും ഖാദിമ, പരലോകം എന്ന് പറയുന്നത് നമ്മൾ കയറാനുള്ള വാഹനമാണ്. പരമാവധി ദുനിയാവിൻ്റെ മക്കളാകാതിരിക്കാൻ നോക്കണം. പണിയെടുക്കുക. ഇപ്പൊ പണിയെടുക്കുന്ന ലോകത്താണ് നമ്മളുള്ളത്. വലാ ഹിസാബ്, ഇവിടെ വിചാരണയില്ല. അന്തും മതും ഫീ ദാരിൽ ആഖിറ, നാളെ നിങ്ങൾ പരലോകത്താണ്. വലാ അമല ഫീഹി, അവിടെ പണിയെടുക്കാൻ പറ്റൂല, അവിടെ പണിയെടുക്കാൻ പറ്റൂല. നമ്മളെ ഏറ്റവും ബാധിച്ച രോഗമെന്ന് പറയുന്നത് ഈ ദുനിയാവിനോടുള്ള സ്നേഹം കൂടി വന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഏറ്റവും വലിയ വ്യത്യാസം. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വഹിനി എന്ന രോഗം പിടിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ല, മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണ് വഹിനി. അന്ന് ശത്രുക്കൾ അവരിങ്ങനെ പിച്ചു ചീന്തും, ഒരു ഇജ്ജത്തും ഉണ്ടാവില്ല മുസ്ലിം സമുദായത്തിന്. ഒഴുകുന്ന വെള്ളത്തിലെ ചപ്പ് ചവർ ചണ്ടി പോലെയാവും മുസ്ലിങ്ങൾ. സഹാബാക്കളോട് റസൂൽ പറഞ്ഞു, എന്താണ് അവരുടെ പ്രശ്നം റസൂൽ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വഹിന് ബാധിച്ചു. വഹിനു യാ റസൂലുള്ളാഹ്, എന്താണ് വഹിന്? ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള വല്ലാത്ത സ്നേഹം, മരിക്കാനുള്ള പേടി.
സത്യത്തിൽ നമ്മളൊക്കെ ചെയ്യുന്നത് ഇമാം ഗസാലി ഇമാമിൻ്റെ കഥ ഞാൻ പലപ്പോഴും ഉദ്ധരിച്ചാണെങ്കിൽ ഒന്നും കൂടി ഈ വിഷയത്തിൽ അനുസ്മരിക്കുകയാണ്. ഒരാളിങ്ങനെ ഒരു മരുഭൂമിയിലൂടെ ഒരു കാട്ടിലൂടെ നടക്കുകയാണ്. പെട്ടെന്ന് ഒരു സിംഹം അയാളെ കടിച്ച് തിന്നാൻ വേണ്ടി ഓടി വരികയാണ്. ഇയാൾ ജീവനും കൊണ്ട് ഓടി, സിംഹല്ലേ പുറകിൽ. പക്ഷെ ഓടി എത്തിയതൊരറ്റത്ത്, പിന്നെ ഓടാൻ സ്ഥലമില്ല. താഴെ അഗാധ ഗർത്തമാണ്, വലിയ കുണ്ടാണ്. പക്ഷെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കാരണം പുറകെ വരുന്ന സിംഹം കടിച്ച് തിന്നും. ഇയാൾ രണ്ടും കൽപ്പിച്ച് ആ കുണ്ടിലേക്ക്, ഗർത്തത്തിലേക്ക് ചാടി. വീണുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഏതോ മരത്തിൻ്റെ ചില്ലയിലെ ഒരു പിടിവള്ളി, ഒരു മരത്തിൻ്റെ പിടിവള്ളി അയാളെ കയ്യിൽ കിട്ടി. അങ്ങനെ ഇയാൾ ഈ മരത്തിൻ്റെ പിടിവള്ളിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. കിടന്നിട്ട് ഇയാൾ മുകളിലേക്ക് ചാടിയ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ സിംഹം അവിടെ വന്ന് നിൽക്കണം. ചാടിയത് നന്നായില്ലെങ്കിൽ സിംഹം കടിച്ചാൽ. സിംഹം ഇങ്ങനെ നാക്ക് നീട്ടി കാത്തിരിക്കുകയാണ് ഇരയാൻ. താഴോട്ട് നോക്കിയപ്പോൾ ഉഗ്രം വിഷമുള്ള പാമ്പുകൾ കിടന്ന് ഇഴയുക. താഴെ വീണ പാമ്പ് കൊത്തും, മുകളിൽ ചെന്നാൽ സിംഹം കടിച്ചു തിന്നും. ഇതിനിടയ്ക്ക് ഇയാൾ ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇയാൾ പിടിച്ച പിടിവള്ളി ഒരു കറുത്ത എലിയും വെളുത്ത എലിയും ചേർന്ന് കാർന്ന് തിന്നുകയാണ്. ഗസാലി ഇമാമിൻ്റെ അവതരണ. തൻ്റെ പിടിവള്ളി ഇങ്ങനെ എലി കാർന്നുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞാൽ പിടിവള്ളി പൊട്ടും. എന്നും ഈ പിടിവള്ളിയില്ല. ഈ മൂന്നവസ്ഥയെ ഗസാലി ഇമാമ് വർണ്ണിച്ചു. മുകളിലത്തെ സിംഹം ഇസ്രാഫീൽ എന്ന മലക്ക് പോലെയാണ്. ചുണ്ട് കാഹളത്തിൽ വെച്ചിരിക്കുക. അള്ളാഹ് ഊത് എന്ന് പറഞ്ഞാൽ ലോകം അവസാനിക്കാവുന്നേ ഉള്ളൂ. താഴെ പാമ്പിനെ വർണ്ണിച്ച് അദ്ദേഹം മരിച്ചങ്ങ് ചെന്നാൽ നരകം കാത്തിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ ആയുസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മളിങ്ങനെ വലിയതായിട്ട് വരും, പക്ഷെ നമ്മൾ ആയുസ് ഇങ്ങനെ കുറഞ്ഞു വരിക. എന്നിട്ട് അദ്ദേഹം വീണ്ടും കഥ തുടരുകയാണ്. ഈ ചില്ലയിൽ തൂങ്ങിക്കിടക്കുന്ന മനുഷ്യൻ തൂങ്ങിക്കിടക്കുന്നതിനിടയ്ക്ക് മുകളിലെ ഏതോ മരത്തിൽ നിന്ന് തേനീച്ച കൂട്ടിന്ന് ഒരു തുള്ളി തേനിങ്ങനെ ഡിറ്റി. അപ്പം ഇയാൾ ഈ തൂങ്ങിക്കിടക്കണ ഈ ചില്ലയിൽ തൂങ്ങിക്കിടന്നിട്ട് ഇയാൾ ഈ തേന് നുണഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു തുള്ളി തേൻ ഇറ്റി, അതും നുണഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ തുള്ളി തേനിട്ടു. ഇയാൾ ഈ ചില്ലമ്മ ഇങ്ങനെ ആടിയിട്ട് ഈ തേനിങ്ങനെ നുണഞ്ഞുകൊണ്ടിരിക്കും. ഇതിങ്ങനെ നുണയുന്നതിൻ്റെ ഇടയ്ക്ക് മൂപ്പര് സിംഹമുള്ള കാര്യം മറന്നു. സിംഹത്തിൻ്റെ കാര്യം മറന്നു. താഴെ പാമ്പുള്ള കാര്യം മറന്നു. താൻ പിടിച്ച ഈ പിടിവള്ളി കറുത്തരിയും വെളുത്തരിയും ചേർന്ന് കാർന്ന് തിന്നുകയാണെന്ന വസ്തുത മറന്നു. ഇയാളുടെ ശ്രദ്ധ മുഴുവൻ ഈ ഒരു തുള്ളി തേനുമലായി. ഇതുപോലെയാണ് നമ്മൾ മരിക്കണ്ടേ. നമുക്ക് മരിക്കണ്ടേ. നമ്മളെ മയ്യത്ത് ഖബർസ്ഥാനിൽ കൊണ്ട് വെക്കണത് രംഗല്ലേ. ഖബറിൽ നമ്മൾ ഒറ്റയ്ക്ക് കഴിയേണ്ടതില്ലേ. നാളെ മഹ്ശറിൽ നമ്മൾ എത്തേണ്ടതില്ലേ. അള്ളാന്റെ മുമ്പിൽ ജീവിതത്തിന്റെ കണക്ക് എനിക്കും നിങ്ങൾക്കും ബോധിപ്പിക്കേണ്ടതില്ലേ. നമ്മുടെ കമലുകളൊന്ന് തൂക്കി നോക്കൂലേ. ആ തുലാസിലേക്ക് ഹൃദയസ്പർശിയായി നോക്കി നിൽക്കട്ടെ. ആ തുലാസ് കനം തൂങ്ങിയെങ്കിൽ മാത്രമേ ജീവിതത്തിന്റെ രക്ഷയുള്ളൂ അല്ലേ. അവസാനം ജീവിതത്തിന്റെ ഓരോ കണക്കും റബ്ബിന്റെ മുമ്പിൽ ബോധിപ്പിക്കണ്ടേ. സിറാത്ത് പാലത്തിലൂടെ സഞ്ചരിക്കണ്ടേ. സിറാത്ത് പാലത്തിൽ നിന്ന് വീണ നരകത്തിൽ പതിക്കില്ലേ. അപ്പുറം കടന്നെങ്കിലല്ലേ സ്വർഗത്തിലെത്തൂ. ഇതൊക്കെ ഏതോ ആളെ കഥയല്ല. ഞാനും നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ട രംഗങ്ങളാണ്. പരലോക ഒരു കഥയല്ല, ഒരു മിത്തല്ല, നമ്മൾ കാണുന്നതാ. അതിൽ ചിലത് നമ്മൾ കാണുന്നുണ്ട്. ഊർജ്ജസ്വലനായിരുന്ന മനുഷ്യൻ മരിക്കുന്നത്, അയാളുടെ മയ്യത്ത് കൊണ്ടുപോയി കബറിൽ വെക്കുന്നത്, എല്ലാവരും അവിടെ വെച്ചിട്ട് തിരിച്ചു പോരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ബാക്കിയും അതിൻ്റെ ബാക്കിയും നടക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ മറന്നിട്ട് ദുനിയാവിൻ്റെ ആസ്വാദനങ്ങളിൽ മാത്രം കണ്ണു നട്ട് ജീവിക്കാൻ നമുക്കും എനിക്കും നിങ്ങൾക്കും കഴിയാൻ പാടുള്ളതല്ല. പരലോകത്തെക്കുറിച്ച ചിന്ത, അള്ളാഹുവിന്റെ പരലോകത്തെക്കുറിച്ച ജാഗ്രതാബോധം, എൻ്റെ റബ്ബിന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, ഇതായിരിക്കണം നമ്മുടെ മനസ്സിൽ ഏറ്റവും ഉണ്ടായിരിക്കേണ്ടത്. എന്തൊക്കെ പരലോകത്ത് നടക്കുന്നത് ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ നമുക്ക് വിശദീകരിക്കാം. വളരെ ജാഗ്രതയോടുകൂടി ജീവിതത്തിനൊരു വീക്ഷണം ഉണ്ടാക്കണം. നമ്മുടെ ജീവിതത്തിനൊരു കാഴ്ചപ്പാടുണ്ടാക്കണം. എൻ്റെ ജീവിതം അള്ളാഹു ദുനിയാവിനൊന്നും നിഷേധിക്കാൻ പറഞ്ഞിട്ടില്ല, ആസ്വദിക്കാം. പക്ഷേ എൻ്റെ മുഖ്യ ലക്ഷ്യം സ്വർഗം നേടലാണ്. അതിനുവേണ്ടി ഞാൻ എന്തു ശ്രമിക്കും. പരലോകത്ത് വിജയം എനിക്ക് കൈവരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എൻ്റെ ജീവിതവും എൻ്റെ സമ്പത്തും എൻ്റെ എല്ലാം സമർപ്പിക്കും. ഞാൻ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്വർഗം മുസ്ലിം ആ പേര് നോക്കി തരുന്നതല്ല. സ്വർഗം നമ്മുടെ ജാതി നോക്കി തരുന്നതല്ല. നമ്മുടെ ശരീരവും സമ്പത്തും അള്ളാഹ് വിലക്ക് വാങ്ങിയിരിക്കുന്നു സ്വർഗം തരാന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ശരീരവും സമ്പത്തും അള്ളാഹ്ക്ക് കൊടുത്താലേ സ്വർഗം കിട്ടും.
അല്ലാതെ കിട്ടില്ല. അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ അങ്ങോട്ട് കടക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുവോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും മസ്സത്തുഹുൽ ബഅ്സാഉ വദ്ദറ, നിങ്ങൾക്കും ഉള്ള ആളുകൾ അനുഭവിച്ചതുപോലുള്ള പ്രയാസങ്ങളൊന്നും അനുഭവിക്കാതെ ചുളുവിന് സുഖത്തിലങ്ങ് ജാതി നോക്കി പേര് നോക്കി സ്വർഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട എന്ന് ഖുർആൻ നമുക്ക് താക്കീത് നൽകുകയാണ്. നിരന്തരമായ ശ്രദ്ധയും അഗാധമായ ചിന്തയും എല്ലാ അർത്ഥത്തിലുമുള്ള പരിശ്രമവും പാരത്രിക ജീവിത വിജയത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് വിജയം കൈവരിക്കുക. കാരണം നമ്മളെക്കാൾ എത്രയോ ഉന്നതരായിരുന്ന അമ്പിയാക്കന്മാരും ഖുലഫാഉർ റാഷിദുകളും സഹാബാക്കളും പരലോകത്തെ ഓർത്ത് കരഞ്ഞിരുന്നവരായിരുന്നു, ജാഗ്രത പാലിച്ചവരായിരുന്നു, പേടിച്ചവരായിരുന്നു. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.